Hi friends, എല്ലാവർക്കും Nimshas kitchenലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹൈദരാബാദ് സ്പെഷ്യൽ സ്റ്റാർട്ടർ ആയിട്ടുള്ള ചിക്കൻ മജസ്റ്റിക് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മജസ്റ്റിക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവിൽ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ തിന്നായിട്ടുള്ള സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. സാധാരണ ചിക്കൻ മജസ്റ്റിക് ഈ ഒരു ഷേപ്പിലായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ മോരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ മുങ്ങിക്കെടുക്കണം, ആ ഒരു രീതിയിലായിരിക്കണം മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു അളവിന് 1/2 കപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂറെങ്കിലും മിനിമം മാറ്റി വയ്ക്കാം. അപ്പോഴായിരിക്കും ചിക്കൻ നല്ല ടെൻഡറായിട്ട് തന്നെ മാറുക ഈ ഒരു രീതിയിൽ. അപ്പോൾ 2 മണിക്കൂർ വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഓവർനൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം വെക്കാം. അപ്പോൾ കൂടുതൽ നന്നായിട്ട് തന്നെ വരും. ഞാനിപ്പോൾ ഇത് ഒരുപാട് നീളത്തിലുള്ള പീസസ് ആയിട്ടല്ല കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നത് തന്നെയുള്ളൂ. ഇനി നമുക്ക് ഇത് ആ ഒരു മോര് മാറ്റിയതിന് ശേഷം ഈ ചിക്കൻ പീസസ് മാത്രം ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഞാനിത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്, കണ്ടില്ലേ. ഇനി അതിനുശേഷം നമ്മളിത് വീണ്ടും മാരിനേറ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ ഫസ്റ്റ് മാരിനേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് അല്ലെങ്കിൽ നല്ല ടെൻഡറായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു മോര് നമുക്ക് ആവശ്യമില്ല, ഇത് നമ്മൾ കളയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ടെൻഡറായിരിക്കും ഉൾഭാഗം, അതുപോലെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ ഒരു മുട്ട പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയാണെങ്കിലും ഉപയോഗിക്കാവുന്നത് തന്നെയുള്ളൂ. കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനിൽ ശ്രദ്ധിക്കുക, അധികം വെള്ളമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് മോര് നന്നായിട്ട് തന്നെ ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. ഒരുപാട് ലൂസാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടിയും കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. പക്ഷേ ഒരുപാട് തിക്കായിട്ടുള്ള ഒരു കോട്ടിങ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമില്ല, തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടിയും കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം മിനിമം ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ കൂടുതൽ നന്നായിട്ട് തന്നെ വരും, ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരും കേട്ടോ. അല്ലെങ്കിൽ സമയമില്ലെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരുന്നാൽ ഒന്നും കൂടി നന്നായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ആയിട്ട് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരണം, അതോടൊപ്പം ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ടും വരണം. ഇതിപ്പോൾ ചിക്കൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉൾഭാഗമൊക്കെ കുക്കായിട്ട് വരും. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇത്ര തന്നെ ഫ്രൈ ആയിട്ട് വന്നാൽ മതി കേട്ടോ. ഒരുപാട് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്നാക്കായിട്ട് കഴിക്കാവുന്നതുള്ളൂ. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിലാവുമ്പോൾ. അപ്പോൾ ഇത് ഈ കോരി മാറ്റിയതിന് ശേഷം നമുക്കൊരു കിച്ചൺ ഡിഷിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്കോ ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ അടുത്ത ബാച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഉൾഭാഗം നല്ല ജ്യൂസി ആൻഡ് ടെൻഡർ ആയിരിക്കും. ഈ ഒരു ചിക്കൻ റെസിപ്പി എന്ന് പറയുന്നത് ഹൈദരാബാദിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റാർട്ടറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി സ്റ്റാർട്ടറൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ അടുത്ത ബാച്ചും ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എത്ര തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ മാരിനേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. അത് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കണ്ടില്ലേ, നല്ല ചൂടുണ്ട്. ഞാൻ ഒരെണ്ണൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ടെൻഡർ ആൻഡ് ജ്യൂസിയാണ് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ അടുത്ത ബാച്ച് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റണം കേട്ടോ. ഇതും റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്.
കറക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കണം. അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ അതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണത് ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്പോഴായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. ഇപ്പോൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്ത സമയത്ത് നമ്മൾ ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നത്. പച്ചമുളക് നല്ലൊരു ഫ്ലേവർ തന്നെ ഇതിന് കൊടുക്കണ്ട. അല്ലെങ്കിൽ പച്ചമുളക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചില്ലി സോസും ഉപയോഗിക്കുന്നുണ്ട്. കൂടെ പച്ചമുളകും കൂടി ആകുമ്പോഴാണ് ആ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തൈര് കട്ടകളൊക്കെ മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരണം. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ മല്ലിപ്പൊടി കൂടി 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ പുതിനയില ഒരു 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കണ്ട. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തൈര് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് മാറും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂണോളം അളവിൽ ചേർത്ത് കൊടുക്കുക. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയോ. ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചില്ലി സോസ് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചില്ലി ഗാർലിക് സോസാണ്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ആവശ്യത്തിനൊന്ന് ഡ്രൈ ആയിട്ട് തന്നെ മാറണം. അപ്പോഴായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് പുളിയുള്ള തൈരൊന്നുമല്ല, ചെറിയൊരു പുളിയുള്ള തൈര് മാത്രമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ആവശ്യത്തിന് തന്നെ ഒന്ന് കോട്ടായിട്ട് വരണം ഈ ഒരു സോസിൽ. അത്ര തന്നെ മതി കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എപ്പോഴും ചേർക്കുമ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് ആ ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ചിക്കൻ മജസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഇൻഡോ ചൈനീസ് ഡിഷ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ചിക്കൻ 65 ഒക്കെ പോലെ ഉള്ള ഒരു ചിക്കൻ ഫ്രൈ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അവസാനം നമുക്ക് ഇതിലേക്ക് മല്ലിയില മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. റെഡി ആയതിന് ശേഷം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് നാരങ്ങാനീര് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് പുളിക്കനുസരിച്ച്, ഒരുപാട് പുളി ആവശ്യമില്ല, ചെറുതായിട്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ആ ഒരു സമയത്ത് തന്നെ. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മജസ്റ്റിക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ മജസ്റ്റിക് നിങ്ങൾ തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റാർട്ടർ തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.